വ്യൂവേഴ്സ്, ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് വിനീത ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ 1000 ന്യൂ ഡിഷ് സീരീസിലെ 40ാമത്തെ വീഡിയോ ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി അല്ലെങ്കിൽ ഡിഷിൻ്റെ പേരാണ് നോൺ വെജ് സമോസ. ഞൊടിയിടയിൽ ആർക്കും ഉണ്ടാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ ആരംഭിക്കാം. വളരെ എളുപ്പം ആർക്കും വീട്ടിൽ ഉണ്ടാക്കാവുന്ന നോൺ വെജ് സമോസയാണ് ഇത്. റെഡിമെയ്ഡ് സമോസ ഷീറ്റും ഫില്ലിങ്ങും മാത്രം മതി. ഇനി നോൺ വെജ് സമോസ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് പറയാം. ഇത് ഞാൻ മീറ്റാണ് എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ച് അതിനുശേഷം മിക്സിയിൽ മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഓണിയൻ, കുറച്ച് ഉള്ളി ചൂടാക്കി ഓണിയൻ, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായി അരിഞ്ഞ് അതിൽ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഈ മിക്സ് ചെയ്ത മീറ്റും അതിലേക്കിട്ട് കുറച്ചൊന്ന് സോട്ട് ചെയ്തു. അതിനുശേഷം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം അല്പം ഉപ്പും ചേർത്തു. കാരണം ഇറച്ചിയിൽ ഞാൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നാലും ഉപ്പ് ആവശ്യമായത് ഉപ്പും ചേർത്തു. അതിനുശേഷം ലാസ്റ്റിൽ കുറച്ച് സോയ സോസും പിന്നെ ടൊമാറ്റോ സോസും മല്ലിയിലും ചേർത്ത് ഇതിനെ ഒന്ന് തണുക്കാൻ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം അത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റാണ്. ഇത് റെഡിമെയ്ഡായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ചിലർ ഇതിനെ ചപ്പാത്തി കത്തി കുറച്ച് ഉണ്ടാക്കി ഉണ്ടാക്കുന്നതുണ്ട്. ഇതാണ് ഈ ഷീറ്റ്. ഇതിൽ 50ഓളം ഷീറ്റുകൾ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് മൈദയാണ്. മൈദ അതിൻ്റെ പേസ്റ്റായിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം അതിൻ്റെ സൈഡിലെല്ലാം നമുക്ക് ഇത് തേച്ച് ഒന്ന് ഒട്ടിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പൊട്ടി എണ്ണയിലേക്ക് വരും ഇതിനകത്തുള്ള ഫില്ലിങ്സ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് റെഡിമെയ്ഡ് സമോസ ഷീറ്റാണ്. ഇതെങ്ങനെയാണ് മടക്കുന്നതെന്നും ഇതിനകത്ത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നും ഞാൻ കാണിച്ചു തരാം. ഇതിന് ഏകദേശം ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇതിങ്ങനെ മടക്കി കൊണ്ടുവരും. കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നമുക്ക് ശകലം പശതേ മൈദയിൽ ഉണ്ടാക്കിയതാണിത്. ഇത് കട്ടി കൂടാൻ പാടില്ല. എന്നിട്ട് ഇതിനെ ഈ കോർണറിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ ഒട്ടും ഗ്യാപ്പ് വിടാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യും. ഇത് ഞാൻ നോൺ വെജാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ വെജ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. വെജ് സമോസ നമ്മളെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ഇതിൽ ഫില്ല് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇവിടെ നമുക്ക് കഷതയ്ക്കാം. ഈ അറ്റ എപ്പോഴും നോക്കണം, ഓപ്പൺ ആവാൻ പാടില്ല. വളരെ ടൈറ്റായിട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചു. പിന്നെ നമുക്കിത് ഫുള്ളായിട്ട് മൈദ തേക്കാം. നമുക്കിങ്ങനെ ഈ കോർണർ എപ്പോഴും ശ്രദ്ധിക്കണം, ഓപ്പണായിട്ടിരിക്കാൻ പാടില്ല. പക്ഷേ എണ്ണയിലിടുമ്പോൾ അത് പൊട്ടി എണ്ണയിലേക്ക് പോകുന്ന ചാൻസാണ്. സമോസ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ മടക്കി വെച്ചതാണ്. ഇത് കണ്ടോ, ഒരു അറ്റം പോലും ഗ്യാപ്പില്ല. നല്ലവണ്ണം ഫില്ല് ചെയ്ത് ആണ് ഇത് അടച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് എടുക്കേണ്ടത്. ഇതിൻ്റെ കോർണറൊക്കെ ഇതുപോലെ അടഞ്ഞിരിക്കണം. ഒട്ടും ഗ്യാപ്പ് വരാൻ പാടില്ല. അങ്ങനെ തിളച്ച എണ്ണയിലേക്ക് റെഡിയാക്കി വെച്ച സമോസ ഇട്ടിരിക്കുകയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് പരുവം. ഞാൻ ഒരു സൈഡ് മറിച്ചിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞാനിത് എടുക്കാൻ പോവുകയാണ്. തീ കുറച്ച് വേണം ഇത് വയ്ക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. സമോസ ഉണ്ടാക്കുന്ന രീതി ചിലർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് വേറൊരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. കുറച്ച് ഇതിങ്ങനെ അതിൻ്റെ ഫില്ലിങ്ങും കൂടെ വയ്ക്കുക. എന്നിട്ട് ഇതിനെ റോൾ ചെയ്യുക. ടൈറ്റായിട്ട് ഒരേ അളവിലും ഒരുപോലെ റോൾ ചെയ്യണ്ട. ഇങ്ങനെ
ഇതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുക. പക്ഷേ ടേസ്റ്റ് എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരില്ല, ഷേപ്പ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇങ്ങനെ റോൾ ചെയ്തെടുത്ത് ഇനി ഇതിൽ അകത്ത് പിന്നെ ഫില്ലിങ് കുറച്ച് അകത്ത് ഇങ്ങനെ വിരൽ വെച്ച് തള്ളു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പശ തേക്കുക അകത്ത് നല്ലവണ്ണം. ഇത് ഇവിടെയും പശ തേക്കണം ഈ അറ്റത്ത്. പിന്നെ ഇങ്ങനെ ഒട്ടിച്ചു. അതിനുശേഷം ഈ രണ്ട് സൈഡിലും ഈ ഫില്ലിങ്ങിനെ കുറച്ച് അകത്തേക്ക് പുഷ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നല്ലവണ്ണം തേച്ച് എന്നിട്ടിങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്യും. സമോസ ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് ഈ സ്പ്രിംഗ് റോൾ ടൈപ്പിലും ഉണ്ടാക്കും. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കും. ഇത് ഞാൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ സ്നാക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ഈവനിങ്ങിൽ ചായയുടെ കൂടെയും ആരെങ്കിലും ഗസ്റ്റ് വന്നാലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. തീർച്ചയായും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയുമാണ്. കുട്ടികളെല്ലാം ഉത്സാഹത്തോടുകൂടി ഇത് കഴിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കുക്കിംഗ് വിത്ത് വിനീത ബ്ലോഗിലെ 1000 ന്യൂ ഡിഷ് സീരീസിലെ 41ാമത്തെ വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.